കുട്ടികളിൽ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്ന സോഷ്യൽ മീഡിയ അഡിക്ഷൻ പല പ്രത്യാഘാതങ്ങൾക്കും കാരണമാകാറുണ്ട്. അതിനാൽ തന്നെ ഈ വിഷയത്തെ ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ഭരണകൂടങ്ങൾ വ്യത്യസ്ത മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. US സ്റ്റേറ്റായ ഫ്ലോറിഡയിൽ ഇതിനായി പുതിയ നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കുന്നതാണ് നിയമം. മാർച്ച് 25-നാണ് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ് 14ഉം 15ഉം വയസ്സുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് മാതാപിതാക്കളുടെ സമ്മതം ആവശ്യപ്പെടുന്ന ബില്ലിൽ ഒപ്പുവച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം കുട്ടികളെ അവരുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിന് ഓൺലൈൻ അപകട സാധ്യതകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതിന്റെ നടപടിയായി 14 വയസ്സിന് താഴെയുള്ളവരുടെയും മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന 16 വയസ്സിന് താഴെയുള്ളവരുടെയും അക്കൗണ്ടുകൾ അടച്ചുപൂട്ടാൻ ഈ പുതിയ ബിൽ ആവശ്യപ്പെടും. 2025 ജനുവരി 1-നാണ് ഫ്ലോറിഡ ഗവർണർ ഒപ്പുവച്ച ഈ ബിൽ നിയമമാവുക. മാത്രമല്ല, ബില്ലിൽ പ്രായപൂർത്തിയാകാത്ത ഉപയോക്താക്കളെ സ്ക്രീൻ ചെയ്യാൻ പ്ലാറ്റ്ഫോമുകൾ ഒരു 3ാം കക്ഷി പരിശോധന സംവിധാനം ഉപയോഗിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയ കുട്ടികളെ പലവിധത്തിൽ ഉപദ്രവിക്കുന്നുവെന്നും തന്റെ നിയമനിർമ്മാണം കുട്ടികളെ ഈ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കാൻ മാതാപിതാക്കളെ പ്രാപ്തമാക്കുമെന്നും ഡിസാന്റിസ് പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ഈ ബില്ലിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പേര് പ്രത്യേകമായി എടുത്തു പറയുന്നില്ല. മറിച്ച് അനന്തമായ സ്ക്രോളിംഗ് നൽകുന്ന, ലൈക്കുകളും ഷെയറുകളുമുള്ള, ഓട്ടോ പ്ലേ വീഡിയോകളുണ്ടാകുന്ന, ലൈവ് സ്ട്രീമിംഗ്, പുഷ് നോട്ടിഫിക്കേഷൻ തുടങ്ങിയ ഫീച്ചറുകളുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ബിൽ ലക്ഷ്യമിടുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൂടാതെ നിർദ്ദിഷ്ട ഇമെയിലുകളോ അല്ലെങ്കിൽ ഉറവിടങ്ങൾക്കും സ്വീകർത്താക്കൾക്കും ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ടെക്സ്റ്റ് മെസ്സേജിംഗ് സൗകര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകളെയോ ഈ ബില്ലിന്റെ വ്യവസ്ഥകളിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട്. മുമ്പ് ഫ്ലോറിഡയിലെ റിപ്പബ്ലിക്കൻ നേതൃത്വത്തിലുള്ള നിയമസഭ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പൂർണ്ണമായും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ നിന്ന് നിരോധിക്കുന്ന ബിൽ പാസാക്കിയിരുന്നു. എന്നിരുന്നാലും ഈ മാസം ആദ്യം ഡിസാന്റിസ് ഇത് മാതാപിതാക്കളുടെ അവകാശങ്ങൾ പരിമിതപ്പെടുത്തുമെന്ന് പറഞ്ഞ് ബില്ലിനെ എതിർത്തു. ശേഷമാണ് മുതിർന്ന കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് മാതാപിതാക്കളുടെ സമ്മതം ആവശ്യപ്പെടുന്ന ഭേദഗതി കൊണ്ടുവന്നത്. എങ്കിൽ പോലും ബില്ലിനെതിരെ വിമർശനങ്ങൾ നിരവധി കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ദൂഷ്യഫലങ്ങൾ തടയുമെന്ന് ബില്ലിനെ പിന്തുണയ്ക്കുന്നവർ പറയുമ്പോൾ തന്നെ US ഭരണഘടനയിൽ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ ഇത് ലംഘിക്കുന്നതായി വിമർശകർ അഭിപ്രായപ്പെടുന്നു. എല്ലാ പ്രായത്തിലുമുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമോ എന്ന കാര്യത്തിൽ സർക്കാരല്ല, മാതാപിതാക്കളാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റയും നിയമനിർമ്മാണത്തെ എതിർക്കുകയും പ്രായപരിധി പരിശോധിക്കാൻ ഉപയോക്താക്കൾ നൽകേണ്ട വ്യക്തിഗത വിവരങ്ങൾ കാരണം ഡാറ്റ സ്വകാര്യതയിൽ ആശങ്കകൾ ഉണ്ടാകുമെന്നും പ്രതികരിച്ചു.